നാളെ മുതൽ അമ്പലത്തിൽ വന്ന് രണ്ടുപേരും തൊഴുതൊള്ളണം. ഈശ്വര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ വീട്ടിൽ പാമ്പ് വന്ന് കയറിയത്. ഞങ്ങൾക്ക് വേണ്ടി ദിവസവും ഗീത ഇവിടെ വരുന്നില്ലേ? അതുപോരാ, നാളെ മുതൽ രണ്ടുപേരും വരണം. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കൃഷ്ണേട്ടൻ എന്താ പ്രാർത്ഥിച്ചത്? എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ദൈവത്തിനറിയാം. ചേട്ടനോ? എന്റെ ലക്ഷ്യം എന്താണെന്ന് ദൈവത്തിനറിയാം. ആട്ടെ, ഗീത എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ലല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ 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 എന്താടാ? യമധർമ്മം വിചാരിച്ചാല് അവന്മാരെ കൊല്ലാൻ കഴിയില്ല. ഒരുത്തൻ അപകടമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റവന് എവിടെയെന്തെങ്കിലും പാഞ്ഞെത്തും. അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമാണല്ലേ? അതെ, ഇവന്റെയൊക്കെ നാടും വീടും എവിടെയാണെന്നറിയാമോ? എനിക്കറിയില്ല. ദാസപ്പ, ചില മരങ്ങളുടെ ആണിവേര് കണ്ടുപിടിച്ച് വെട്ടിയാലേ മറിച്ചിടാൻ കഴിയും. നീ എത്രയും വേഗം അവന്മാരെ കുറിച്ചുള്ള പൂർണ്ണ വിവരം അന്വേഷിച്ചറിയണം. എന്റെ തന്തയ്ക്ക് വരെ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടില്ല. നീ ഫസ്റ്റ്, ഞങ്ങൾ സെക്കൻഡ്. പിന്നെ താമസേട്ടാ, ഇന്ന് പാമ്പല്ല, ഏത് പെരുമ്പാമ്പ് വന്നാലും ഞാൻ പിടിക്കും. അതിന് സ്വല്പം ധൈര്യം കിട്ടാനാ ഞാൻ ഇതുപോലെ അകത്താക്കുന്നത്. നാടിച്ചോ? പക്ഷെ ഒരു കാര്യം, ഗീത വരുമ്പോഴേക്ക് നമുക്ക് ആ പരിപാടി എല്ലാം നിർത്തണം. ഇല്ലെങ്കിൽ എന്നെയും സിംഗനും ബാണത്തും കയറ്റി ക്ഷീണോടും. അതല്ലേടാ പരിപാടി രാത്രിയിലാക്കിയത്. എടാ കൊച്ചപ്പ, ഒരു സോഡ പോലും ഇല്ലാതെ എങ്ങനെയാടാ ഈ തീവെള്ളം ആത്താക്കുന്നത്? എന്തോന്ന്? കത്തത്തില്ലടാ. പിന്നെ സോഡ പൊട്ടിക്കുന്ന എന്നുള്ള ശബ്ദം കേട്ടാൽ മതി, ഏത് ഉറക്കത്തിലാണെങ്കിൽ ഗീത ഇവിടെ എത്തും. പിന്നെ സിംഗൽ ഇങ്ങനെ ഓരോ കഥകൾ പറയാം, ഞങ്ങളതിൽ കേട്ടിട്ടുണ്ട്. നിന്നോട് ഇത് വാങ്ങിച്ചോണ്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഏതോ? ഓ, ഇതൊരാളെ സംഭാവന എന്നാ. പുറത്ത് വാതിലെവിടെ? വാതില് ചുമ്മാ പോട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ വാങ്ങിച്ചോണ്ട് വന്നത്. ചേട്ടാ, ചേട്ടൻ കുടിക്കില്ലെന്ന് എന്നോട് പറഞ്ഞതല്ലേ? അതെ. എന്തിനാണ് ചേട്ടാ എന്നോട് കള്ളം പറയുന്നത്? എന്റെ ഇഷ്ടമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ എതിർക്കില്ല. അല്ലെങ്കിലും കുടിക്കരുതെന്ന് പറയാൻ ഞാൻ ചേട്ടന്റെ ആരാണ്? എനിക്കെന്ത് അവകാശം? വേണ്ട വേണ്ട, ചേട്ടൻ എന്നെ പെങ്ങളെന്നും അനിയത്തി എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഭംഗി വാക്കാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഒരിക്കലുമല്ല ഗീതേ, നീ എന്റെ നിജത്തിയാണ്. കുടിക്കാതെ ജീവിക്കാൻ പറ്റാത്ത എന്റെ ചേട്ടനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഒഴിച്ചു തരാം. ഇതാ കുടിക്കു ചേട്ടാ, ആവശ്യം പോലെ കുടിക്കൂ. ഇല്ല ഗീതേ, ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. എന്നെ വിശ്വസിക്കൂ, ഇത് സത്യം. ചൂപ്പ് തര മസ്താന, ചാരു മര ദീവാന, ദീവാനായാലോ. എടാ ശിങ്ക, നീ വെള്ളം കൊണ്ട് വെച്ചു, അതിൽ എനിക്ക് സന്തോഷമില്ല. പക്ഷെ തുണിയില്ലാതെ ഇങ്ങനെ കഴിവേ കാറ് തുടക്കിയ ഇത് എവിടുന്ന് കിട്ടി? നീ മിടുക്കനാണല്ലോ. ഇതുകൊണ്ട് വണ്ടി ഓടിച്ച വണ്ടിക്ക് രോമാഞ്ചം ഉണ്ടാവുമല്ലോ.
ഞങ്ങളുടെ തുണി കൊണ്ടാണ് കാറ് തുടയ്ക്കുന്നത്. നിങ്ങളുടെ തുണിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊണ്ടേടാ തുണി. കണ്ടാലേ പൊടി. ഇറങ്ങണ താഴെ. ഇറങ്ങാൻ. ഇറങ്ങാനോ? ഇറങ്ങൂലടി താഴെ. നോക്ക്, എന്നോടധികം കളിക്കുന്നത് ആരുടെ വണ്ടി അറിയോ? സബ് ഇൻസ്പെക്ടർ വണ്ടിയാ. ഇപ്പൊ സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ. ചേട്ടാ, ചേട്ടോ, ആര്? രാമേന്ദ്രനോ? ഇരിക്കും. എനിക്ക് എഴുത്തല്ലോ. ഉണ്ടുണ്ട്. നാളെ നിനക്ക് രാമൻകുട്ടി എന്ന കള്ളപ്പേരിൽ എത്ര കാലം അവിടെ ജീവിക്കാൻ കഴിയും? നിന്നെ കാണാൻ എനിക്കറിയായ ആഗ്രഹം. എപ്പോഴാണ് തമ്മിൽ കാണാൻ കഴിയുമെന്ന് അറിയിക്കുക. ചേട്ടാ, ഇന്നു മുതൽ രാമൻകുട്ടി എന്നോ രാമേന്ദ്രനെന്നോ അന്വേഷിച്ച് ആര് വന്നാലും ഇവിടെ അങ്ങ് ഡാളിയില്ലെന്ന് പറയണം. അതെന്താ? ഈയിടെ ഞാനൊരു ഭയങ്കര കൃത്യം ചെയ്തിട്ടുണ്ട്. പോലീസ് എന്നെ ഏത് സമയത്ത് പിടികൂടും. ആട്ടെ, എഴുത്തു വലുതും വന്നാലോ? എല്ലാം മടക്കി അയച്ചേക്കണം. രാമടി, നീ എങ്ങോട്ട് പോവാ? ഏയ്, ചുമ്മാ ഒന്ന് ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ നടന്നു വിട്ടണ്ട. വാ, വണ്ടി കയറി. കൃഷ്ണ, വണ്ടി കൊണ്ടെടുത്ത്. നിർത്ത. എന്ത് പറ്റിയമ്മേ? ടാക്സ് റിപ്പയർ ആയി. നമ്മുടെ പുള്ളി എങ്ങനെയുണ്ട്? പുള്ളിയെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഏത് പുള്ളിയാ? എവരുടെ വീട്ടിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അമ്മണിമ്മ വീട്ടിലേക്കല്ലേ? ഞങ്ങളുണ്ട് നാക്തര. എന്താ വിഷയം? പിന്നെന്താ, വരൂ. ഇതാ സംസാരിക്കാം. കൂട്ടുകാരനെ ഒന്ന് കണ്ടാൽ ഞങ്ങൾ ഉടനെ അങ്ങ് വെക്കൊള്ളാം. കൂട്ടുകാരന്റെ കയ്യിൽ തന്നെ ചായ കൊടുത്തയക്കാം. ഗിരീഷ്, കൃഷ്ണ, ഞാൻ കൂട്ടുകാരെന്ന് പറഞ്ഞില്ലേ? അതൊരു പെണ്ണ. പെണ്ണും ഇവിടെ? ഓഹോ, നിനക്ക് ആ ഏർപ്പാടും? നീ വിചാരിക്കുന്നതൊന്നുമില്ല. പിന്നെ നീ സമാധാനപ്പെട, ഞാൻ എല്ലാം തുറന്നു പറയാം. നീ ഒന്നും തുറന്നു പറയണ്ട. നീ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അയ്യോ, പോലീസ് റെയ്ഡിന് വന്നിരിക്കുന്നു. നിങ്ങൾ ഈ പുറകെ കൂടെ പറ്റൂ. നമ്മളെന്തിന് പോലീസിനെ ഭയപ്പെടുന്നു? നമുക്കിവിടെ ഇരിക്കാം. ഞാൻ പിന്നെ പറയാനുള്ളൂ. വാ, ഞാൻ പറയുന്നത് കേൾക്ക്.